അങ്ങനെ നമ്മൾ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ 65 കിലോമീറ്റർ താണ്ടി നമ്മൾ വന്നിരിക്കുന്നത് ബാഹുബലി സ്റ്റാച്യൂലാണ്. ഇത് ഗോമാതേശ്വര പ്രതിമ കാർക്കളയാണ് ഈ സ്ഥലം. ഇപ്പോൾ കർണാടക സംസ്ഥാനത്തിലെ കാർക്കളയിലാണ് അപ്പോൾ ഈ ഒരു ടെമ്പിൾ ഉള്ളത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ ബാഹുബലി പ്രതിമയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇപ്പോൾ ശ്രാവണബലഗോളയിലാണ് ഏറ്റവും വലിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഇത് 2ാമത്തെ പ്രതിമയാണ് ഇവിടെ കാണാൻ പോകുന്നത്. ഇപ്പോൾ കാർക്കള ജൈനമഠത്തിലെ ഭട്ടാരകനായിരുന്ന ലളിതകീർത്തിയുടെ ഉപദേശപ്രകാരമാണ് സന്താര രാജവംശത്തിലെ വീരപാണ്ഡ്യ ഭൈരാസന വോഡയാർ 1432 ഇത് പണി കഴിപ്പിച്ചത്. കാർക്കളയിലെ ഗോമാതേശ്വര പ്രതിമ 983 നിർമ്മിച്ചു. അപ്പോൾ ശ്രാവണബലഗോളയിലെ വലിയ ഗോമാതേശ്വര പ്രതിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു 2ാമത്തെ സ്റ്റാച്യു ഇവിടെ പണിതിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാച്യു കാണാൻ പോവുകയാണ്. അപ്പോൾ ഇതോ അനേകം നടകൾ കയറി വേണം നമ്മൾ മുകളിലോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ കൂടെ വന്ന യാത്രാസഹായിലെ മെമ്പേഴ്സാണ് പോകുന്നത്. അപ്പോൾ മുകളിൽ ചെന്നിട്ട് നമുക്കറിയെല്ലാം കാണാം. ഇതെല്ലാം ഒറ്റ കല്ലിൽ ഈ പാറയിൽ ഇതുണ്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് കല്ലുകൾ കൊണ്ട് ഇഷ്ടിക കൊണ്ടൊക്കെ ഇടുന്നില്ല, അതുപോലെ തന്നെ ഈ പാറയിൽ ഇങ്ങനെ കൊത്തുപണികളാൽ തീർത്തിരിക്കുന്ന സ്റ്റെപ്പാണിത് കണ്ടോ. ഇപ്പം നല്ല വെയിലാണ്, മഴയുണ്ട് വൈകുന്നേരങ്ങളിൽ, പക്ഷേ രാവിലെയൊക്കെ നല്ല വെയിലാണ്. എന്നാലും നല്ല ഗുഡ് ക്ലൈമറ്റാണ്. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇത് അനിലേട്ടനാണ്. അനിലേട്ടാ, അങ്ങനെയുണ്ട് നമ്മുടെ യാത്ര? അടിപൊളി യാത്രയാണ്, അടിപൊളി. ഇപ്പം ഇങ്ങനെ ഇത് ഈ ഒരു കല്ലിൽ ഇങ്ങനെ ചെയ്യാൻ എത്ര പണി പെട്ടിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്കൊരു വെട്ടുകല്ല് നമുക്ക് പാകപ്പെടുത്തി എടുക്കാനുള്ള പ്രയാസം ഇവിടെ ഈ ഒരു പാറ മുഴുവൻ സ്റ്റെപ്പായിട്ട് വെട്ടിയിട്ട് അല്ലേ? അതെ അതെ. അനിലേട്ടൻ നമ്മുടെ നിലമ്പൂരുകാരനാണ്. അപ്പോൾ ഈ യാത്രാ സഹായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൊച്ചു ടീം വന്നപ്പോൾ എല്ലാവരും പരിചയപ്പെട്ടു. ആർക്കും അറിയത്തില്ല, നമ്മളിപ്പോൾ ഇവിടെ വന്ന് പരിചയപ്പെട്ടതാണ് എല്ലാവരും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊരു നല്ലൊരു അനുഭവമാണ്. അതെ 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 അതെ. ഒറ്റപ്പാറ ഇതില്ല, ഒറ്റപ്പാറ ഇങ്ങനെ കട്ട് ചെയ്ത് വെറുതെ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊക്കെ അതെ അതെ ഒറ്റപ്പാറ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മളിങ്ങനെ നടകളൊക്കെ കയറി വരുമ്പോൾ ഇതുവരെ നമ്മുടെ കൂടെ വന്നതാണ് കോടോത്ത് ഹൈസ്കൂളിലെ ടീച്ചേഴ്സാണ്. ഇത് അഞ്ചു ടീച്ചർ, ആതിര ടീച്ചർ, കോടോത്താണ്, എല്ലാവരും ഉണ്ട്. വളരെ മനോഹരമായൊരു കാഴ്ച. ഇപ്പോൾ ദൂരത്തേക്ക് നോക്കുക നമ്മുടെ തെങ്ങിൻ തോപ്പുകളും കാണാം. അപ്പോൾ നമ്മൾ നടന്ന് നമ്മുടെ ക്ഷേത്രത്തിന് അടുത്തെത്തിയിരിക്കുകയാണ്. ഒരു വെയിൽ രക്ഷയില്ല. ആമി, ഇത് നമ്മുടെ കൂടെയുള്ള കുട്ടി ട്രാവലറാണ്, രണ്ടുപേരും ട്രാവലേഴ്സ്. ഇത് ആമി, മോൻ്റെ പേരനായിരുന്നു ആരോൺ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റാച്ചു ഇരിക്കുന്ന ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ജൈൻ ടെമ്പിളിൻ്റെ അടുത്തെത്തി. ഏറ്റവും വലിയ സ്റ്റാച്ചു. ഇതൊക്കെ നമ്മുടെ ടീച്ചേഴ്സാണ് കൂടെ വന്നേക്കുന്നത്. ഇത് ടീം മെമ്പേഴ്സ്. മെയിൻ അഡ്മിൻ മുങ്ങിയ എന്ത് നിൽക്കുന്നു മനു. ഇവിടെ നമുക്ക് അമ്പലത്തിനുള്ളിലേക്ക് വ്ളോഗിങ് അനുവദനീയമല്ല. നമുക്ക് ക്യാമറ യൂസ് ചെയ്ത് ഫോട്ടോസ് എടുക്കാം. ഇവിടെ എക്സ്ട്രാ ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് അകത്തെ കാഴ്ചകളൊക്കെ കാണാം. ഏകദേശം ഒരു ഹിസ്റ്ററി നമ്മൾ മുമ്പ് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കിവിടുത്തെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണാം.
അങ്ങനെ നമ്മൾ സ്റ്റാച്ചു ഒക്കെ കണ്ട് പുറത്തിറങ്ങി. അകത്തേക്ക് വ്ളോഗിങ് സമ്മതിക്കാമല്ലോ കേട്ടോ, ഫോട്ടോ ഒക്കെ എടുക്കാം, നമുക്ക് ക്യാമറ കൊണ്ടുപോകാം. അപ്പോൾ ഞങ്ങളകത്ത് ക്യാമറ കയറ്റിയിട്ട് വിഷ്വൽസൊക്കെ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ജൈൻ ടെമ്പിളിൽ നിന്നും കൂടെ നമുക്ക് വെളിയിലേക്ക് വരാം. ഇനി അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ടെമ്പിളിനടുത്ത് തന്നെ നമുക്കിവിടെ ഒരു ക്ഷേത്രക്കുളമുണ്ട്, അതും കൂടെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം. ഒരു ചെറിയ ഗേറ്റൊക്കെ ഉണ്ട്. ഇവിടെയാണ് മരവും അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്ര കുളമൊക്കെ ഒന്ന് കാണാം. ഇവിടെ നിന്നുള്ള ഒരു ദൂരക്കാഴ്ച ഉണ്ടോ എന്താല്ലേ, നല്ല പൊളി സ്ഥലങ്ങളാണ്. താഴ്ചയ്ക്കൊക്കെ തെങ്ങും തോപ്പുകളാണ് കാണാനുള്ളത്. പിന്നെ ഇതാണ് ഇവിടുത്തെ കുളം, അമ്പലക്കുളം. അപ്പോൾ നമുക്കിനി തിരിച്ചു പോവാം. അപ്പോൾ നമ്മളങ്ങനെ മനോഹരമായ നമ്മുടെ ബാഹുബലി സ്റ്റാച്ചു ഒക്കെ കണ്ട് മടങ്ങുകയാണ്. ഇങ്ങോട്ടൊക്കെ സ്കൂൾ പിള്ളേരൊക്കെ വരുന്നതുണ്ടോ, നല്ല മനോഹരമായ കാഴ്ചകളാണ്.